إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത്. സമ്പാദിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് സമ്പത്തെന്നത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ അതൊരു പരീക്ഷണം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന. എല്ലാ ഉമ്മത്തിനും ഒരു പരീക്ഷണ ഹേതുവുണ്ട്. വഫിത്നതു ഉമ്മത്തി ഫിൽ മാൽ. എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം അത് സമ്പത്തിലൂടെയാണ്. ഇമാം തിർമിദി നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഫിത്നത്തും ഫിൽ മാൽ. സമ്പത്തിലെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടുന്ന ഒരു വിഷയമാണിത്. എങ്ങനെയാണ് സമ്പത്തിലെ ഫിത്ന അത് സമ്പാദിക്കുന്ന വിഷയത്തിലും സമ്പാദിച്ച സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലും സാമ്പത്തിക ബാധ്യതയുടെ നിർവഹണത്തിന്റെ വിഷയത്തിലുമൊക്കെ പല രീതിയിൽ ആ ഫിത്നയുണ്ട്. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് സമ്പാദിച്ചത്, അത് അനുവദനീയമായ നിലക്കാണോ അതല്ല അനുവദനീയമല്ലാത്ത നിലക്കാണോ എന്ന ബോധമില്ലാതെ ആലോചനയില്ലാതെ സമ്പാദിക്കുന്നത് ഒരു പരീക്ഷണമാണ്. സമ്പത്ത് കൊടുക്കുമ്പോഴും ചെലവഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതെവിടെയാണ് വിനിയോഗിക്കുന്നത്, എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്, ഈ വിനിയോഗം ന്യായമാണോ അന്യായമാണോ, ഇതൊന്നും നോക്കാതെയുള്ള സാമ്പത്തിക വിനിയോഗങ്ങൾ. അതുപോലെ തന്നെ സമ്പത്തിന്റെ വിഷയത്തിൽ ഹക്കുകളുണ്ട്. അതിലൊന്നാമത്തേത് അള്ളാഹുവിനുള്ള ഹക്കാണ്. സക്കാത്ത് പോലെ നിർവഹിക്കേണ്ട ബാധ്യതകൾ. സമ്പത്തിന്റെ ഹക്ക്, പടപ്പുകൾക്ക് നേരെയുള്ള ഹക്കുണ്ട്. തന്റെ മേൽ ബാധ്യതയുള്ള ആളുകളുടെ മേൽ താൻ നിർവഹിക്കേണ്ട സാമ്പത്തികമായ ഉത്തരവാദിത്വം. ഇങ്ങനെ സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ പല നിലക്കാണ്. ഈ നിലക്കെല്ലാം ഈ ഉമ്മത്ത്
പരീക്ഷിക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതൊരു മുന്നറിയിപ്പായിട്ട്, ഒരു താക്കീതായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉണർത്തിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഓരോരുത്തരും പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നുള്ള മുൻകരുതലിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തിപരമായ സാമ്പത്തിക വിഷയങ്ങളിൽ ഒരളവ് വരെ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. എന്നാൽ പൊതുമുതലിന്റെ വിഷയം വരുമ്പോ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ, പൊതുമേഖലകൾ വരുമ്പോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗവും മറ്റും വരുമ്പോ ഈ ഒരു സൂക്ഷ്മത പലരിലും ഉണ്ടാകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ളക്കൊടുക്കലുകളും ഇടപാടുകൾ, അതുപോലെ തന്നെ പൊതുമുതലിന്റെ ഉപയോഗപ്പെടുത്തൽ, ഇതിലെല്ലാം വിശ്വാസികൾ എന്നുള്ള നിലക്ക് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് നാം ഓരോരുത്തരും. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് മാത്രമല്ല, മരണത്തോടുകൂടി മരണാനന്തരം പാരത്രിക ജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പാരത്രിക ലോകം അത് വിചാരണയുടെ ലോകമാണ്. അവിടെ ചെറുതും വലുതുമായ എല്ലാം വിചാരണക്ക് വിധേയമാണ്. നമ്മുടെ മുന്നിൽ വവുദിഅ അൽ കിതാബ്, സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തു. വവുദിഅ അൽ കിതാബ്, നമ്മുടെ മുന്നിൽ കർമ്മരേഖ നിവർത്തപ്പെടുകയാണ്. നമ്മുടെ കർമ്മരേഖ. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വല കബീറതൻ ഇല്ലാ അഹ്സാഹാ. കുറ്റവാളികളെ നിനക്ക് കാണാം പേടിച്ച അവസ്ഥയിൽ. ആ കിതാബിൽ ലാ യുഗാദിറു സഗീറതൻ വല കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതാകട്ടെ വലുതാകട്ടെ ഒന്നും വിട്ടുപോകാത്ത രീതിയിൽ അതിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അഹ്സാഹ, ക്ലിപ്തപ്പെടുത്തിയിരിക്കുകയാണ്, വളരെ കൃത്യമായി അതിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വവജദൂ മാ അമിലൂ ഹാദിറ, അവർ ചെയ്തത് മുഴുവനും അവിടെ ഹാലിറാക്കപ്പെട്ടതായിട്ട് അവർ കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് ഒരാളോടും ഒരിക്കലും തന്നെ ളുൽമ് ചെയ്യുന്നവനല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ വൈയക്തികമായ ഇടപെടലുകൾ രേഖപ്പെടുത്തുകയും പൊതുമുതലിന്റെ വിഷയത്തിൽ കർമ്മരേഖയിൽ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന പ്രശ്നം അവിടെയില്ല. ലാ യുഗാദിറു സഗീറതൻ വല കബീറ, ചെറുതും വലുതുമായ എല്ലാം അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് അത് വ്യക്തിതലങ്ങളിലാവട്ടെ പൊതുമേഖലയുമായി ബന്ധപ്പെട്ടതാകട്ടെ എല്ലാറ്റിലും സൂക്ഷ്മത പുലർത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അവിടെ കൃത്യതയും കണിശതയും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ മേൽ ബാധ്യതയാണ്. അനുവദനീയമാണോ അല്ലാത്തതാണോ എന്ന് ആലോചിച്ചിട്ടായിരിക്കണം അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടത്. ഞാൻ ആമുഖമായി കേൾപ്പിച്ച വചനം വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിൽ സമ്പത്ത് അന്യായമായി നിങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് വതുദുലു ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലു ഫരീഖം മിൻ അംവാലിൻ നാസ് ബിൽ ഇസ്ം. അന്യായമായി നിങ്ങൾ സ്വത്ത് തിന്നരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്, അന്യായമായി സ്വത്ത് തിന്നുന്നതിനു വേണ്ടി നിങ്ങൾ വതുദുലു ബിഹാ ഇലൽ ഹുക്കാം, വിധികർത്താക്കളിലേക്ക് നിങ്ങൾ സ്വത്തുമായിട്ട് പോകരുത്. എന്തിന്? ലിതഅകുലു ഫരീഖം മിൻ അംവാലിൻ നാസ്, ജനങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കുന്നതിനു വേണ്ടി. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആളുകളുടേത് അന്യായമായി തിന്നുന്നതിനു വേണ്ടി സ്വത്തുമായി വിധികർത്താക്കളെ നിങ്ങൾ സമീപിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഉപദേശിക്കുകയാണ്. എന്തിനാണത്? മറ്റുള്ളവന്റെ സ്വത്ത് അനർഹമായി തന്റേതാക്കി മാറ്റാൻ സ്വത്തുമായിട്ട് വിധികർത്താക്കളെ സമീപിക്കുക. ഉദ്ദേശം കൈക്കൂലിയാണ്. വിധി തനിക്ക് അനുകൂലമായി കിട്ടുന്നതിന് വേണ്ടി, ആളുകളുടെ സമ്പത്ത് കൈയടക്കുന്നതിന് വേണ്ടി കൈക്കൂലിയുമായി വിധികർത്താക്കളെ സമീപിക്കുന്ന ആളുകൾ. ലഅന അല്ലാഹു റാശി വൽ മുർതശി, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റാശി വൽ മുർതശി,
കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനും ലഅനത്തുണ്ട്, ശാപമുണ്ട്, അല്ലാഹ് ശപിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില റിപ്പോർട്ടുകളിൽ ലഅനല്ലാഹു റാഷി വൽ മുർതശി ഫിൽ ഹുക്ം എന്ന് കാണാൻ പറ്റും. വിധിയുടെ വിഷയത്തിൽ കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നവനെ വിധിക്ക് വേണ്ടിയിട്ട് വിധി അനുകൂലമാക്കുന്നതിന് എന്ന് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ പണം പലപ്പോഴും ഇറക്കുന്ന ഒരു മേഖല അതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വ്യക്തിപരമായി ആളുകൾ നിഷിദ്ധമാക്കിയത് വാങ്ങുന്ന അവസ്ഥ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പൊതു മുതലിന്റെ ദുരുപയോഗം അതും വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചിലരെ സംബന്ധിച്ചിടത്തോളം പൊതുമുതലായി കഴിഞ്ഞാൽ അതെന്തുമാകാമെന്നതാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിലാകട്ടെ, അത് നശിപ്പിക്കുന്ന വിഷയത്തിലാകട്ടെ, തന്റേത് നശിക്കാൻ പാടില്ല. പൊതുമുതലായി കഴിഞ്ഞാൽ അത് നശിപ്പിക്കാം, അതെങ്ങനെയും ഉപയോഗപ്പെടുത്താം എന്നുള്ള നിലക്കാണ്. അത് പൊതുമുതലല്ലേ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റേതല്ലേ എന്ന രൂപത്തിലുള്ള ലാഘവത്വം കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വ്യക്തികളോട് കാണിക്കുന്ന സൂക്ഷ്മത അത് കൃത്യമായും ഇത്തരം വിഷയങ്ങളിലും നമുക്കുണ്ടാകേണ്ടതുണ്ട്. പൊതുമുതലായി കഴിഞ്ഞാൽ എന്തുമാവാമെന്നത് ഒരിക്കലും ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പൊതുമുതലിന്റെ വിഷയത്തിലാണ് പലപ്പോഴും കൂടുതൽ കാർക്കശ്യം പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. മകാന ലിനബിയ്യിൻ അൻ യഗുൽ വമൻ യഗുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, മകാന ലിനബിയ്യിൻ അൻ യഗുൽ, ഒരു നബിക്കും പാടില്ല വഞ്ചിച്ചെടുക്കുക, പറ്റിച്ചെടുക്കുക എന്നത് ഒരു നബിക്ക് പാടില്ല. വമൻ യഗുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ആരെങ്കിലും അന്യന്റേത് പറ്റിച്ചെടുത്താൽ, ചതിച്ചുകൊണ്ട് അത് കൈമുതലാക്കി കഴിഞ്ഞാൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമ, ആ വഞ്ചിച്ച സമ്പത്തുമായി ഖിയാമത്ത് നാളിൽ അവൻ വരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയാ. ആ ആയത്ത് മകാന ലിനബിയ്യിൻ അൻ യഗുൽ, ഒരു നബിക്കും പാടില്ല. നബിമാർ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, മഅസൂമുകളാണ്. പക്ഷേ പ്രവാചകൻ വരെ, നബിമാരെ വരെ എടുത്തു പറഞ്ഞിട്ടാണ് ആ ആയത്ത് ഉദ്ധരിക്കുന്നത്, ആ ആയത്ത് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോ വല്ലവരും ആ നിലക്ക് പറ്റിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് ഖിയാമത്ത് നാളിൽ അവൻ കടന്നു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുകയാണ്. ബൈത്തുൽ മാലിൽ നിന്നും പൊതുമുതലിൽ നിന്നും അപഹരിച്ചുകൊണ്ട് എടുത്ത ചില സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നുൽ ലുത്ബിയ എന്ന വ്യക്തിയെ ബനൂ സുലൈം ഗോത്രത്തിന്റെ സക്കാത്ത് പിരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെ സക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് നിയമിക്കുകയാണ്. സക്കാത്ത് പിരിക്കാൻ വേണ്ടി അദ്ദേഹം പോയി. ബനൂ സുലൈം ഗോത്രത്തിലേക്ക് സക്കാത്ത് പിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പോയി. സക്കാത്ത് പിരിക്കുന്നവന് അതിൽ നിന്നും ഒരു വിഹിതമുണ്ട്, അയാളുടെ അധ്വാനത്തിന്. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, വൽ ആമിലീന അലൈഹ എന്ന് പറയുകയുണ്ടായി. സ്വതക്ക പിരിക്കുന്ന ആ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഭരണകർത്താക്കളാണ്. ഭരണാധികാരിയാൽ നിയുക്തനായ വ്യക്തിയാണ്. അവന്റെ വിഹിതം സ്വതക്കയുടെ വിഹിതമാണെങ്കിൽ അത് ദീൻ പറഞ്ഞതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നുൽ ലുത്ബിയെ അയക്കുകയുണ്ടായി. അയാൾ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയാൾ പിരിച്ച സക്കാത്തിന്റെ മുതല് സ്വതക്ക ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഹാദാ ലക്കും വഹാദാ ഉഹ്ദിയ ഇലയ്യ, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇതെനിക്ക് ഹദിയയായിട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞൊരു വിഹിതം അദ്ദേഹം എടുത്തു. ഹാദാ ലക്കും, ഇത് നിങ്ങളുടെ സദഖയുടെ സക്കാത്തിന്റെ മുതലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഏൽപ്പിക്കുകയുണ്ടായി. വളരെ കാർക്കശ്യത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിലേക്ക് കയറി. മിമ്പറിൽ വെച്ച് വളരെ ഗൗരവത്തിൽ പ്രവാചകൻ പ്രസംഗിക്കുകയാണ്. ചിലരെ ഉദ്യോഗാർത്ഥികളായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ട് ഞാൻ നിയമിക്കുകയുണ്ടായി. എന്നിട്ട് അവർ ഉദ്യോഗം നിർവഹിച്ച് തിരിച്ചു വന്നിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടിയ സ്വതക്കയാണ്, ഇതെനിക്ക് കിട്ടിയ ഹദിയാണ് എന്ന് പറഞ്ഞ് വിഹിതം വെക്കുകയാണ്. ഫഹല്ല ജലസ ഫീ ബൈതി അബീഹി,
ഔ ബൈതി ഉമ്മിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അവനവന്റെ വീട്ടിലിരുന്നാൽ ആ ഹദിയയുമായിട്ട് വല്ലവരും അവരുടെ അടുക്കലേക്ക് വരുമായിരുന്നോ? പിതാവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവനവന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ ആരെങ്കിലും ഹദിയയുമായി അവന്റെ അടുക്കലേക്ക് വരുമായിരുന്നോ എന്ന് വളരെ ഗൗരവമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുമുതലിന്റെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ദുരുപയോഗത്തെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഖൈബർ യുദ്ധത്തിന്റെ സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന മൗല, അദ്ദേഹത്തിന്റെ പേര് മിദ്അം എന്നാണ്. ഖൈബർ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഖൈബറിന്റെ ആ പൊടി അടങ്ങിയ ആ ഒരു സന്ദർഭത്തിൽ ഒരു അമ്പ് അലക്ഷ്യമായി അങ്ങോട്ട് വരികയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്ന ഖൈബറിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ആ അമ്പേൽക്കുകയുണ്ടായി. അമ്പേൽക്കുക മാത്രമല്ല, ആ അമ്പേറ്റുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. ഉടനെ തന്നെ അത് കണ്ട സഹാബത്ത് പറഞ്ഞു, ഹനി അല്ലഹു അഷ്ഹദ, ഹനി അല്ലഹു അഷ്ഹദ. ഷഹീദാണല്ലോ, രണാങ്കണമാണ്, പോർക്കളമാണ്. പോർക്കളത്തിൽ, ഖൈബറിന്റെ പോർക്കളത്തിൽ അമ്പേറ്റുകൊണ്ട് വീണുകിടന്ന വ്യക്തിയെ മംഗളം നേർന്നുകൊണ്ട് പറഞ്ഞു, ഹനി അല്ലഹു അഷ്ഹദ, സ്വർഗത്തിലേക്കാണ്, ഷഹീദാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇടപെട്ടു. ഖല്ല, ഒരിക്കലുമല്ല. ഇന്ന ശംലതല്ലതി അഖദഹ മിനൽ മഗാനിം ഖബ്ല അൻ തുസീബഹൽ മഖാസിം ലതഷ്തഅലു അലൈഹി നാറ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഒരു ഷംലത്ത് എടുത്തിട്ടുണ്ട്. ഷംലത്ത് എന്ന് പറഞ്ഞ ഒരു വരയൻ പുതപ്പ് അല്ലെങ്കിൽ ഒരു തുണി അദ്ദേഹം എടുത്തിട്ടുണ്ട്. പുതക്കുകയും ചെയ്യാം, ഉടുക്കുകയും ചെയ്യാം, ചെറിയൊരു തുണി കഷ്ണം. യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് അത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് തന്നെ ഒരു തുണി എടുത്തുപോയി. ഓഹരി വെക്കും മുമ്പ് ലതഷ്തഇലു അലൈഹി നാറ, അവന്റെ മേൽ അത് തീയായി കത്തുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അദ്ദേഹം മരിച്ചു കിടക്കാണ്. മരണത്തോടുകൂടി ബർസഖി ലോകത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചു. മരിച്ചു കിടക്കുന്ന ഒരാളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല, നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല, നമുക്ക് അനുഭവവേദ്യമല്ല. എത്ര ആളുകളുണ്ടെങ്കിലും ആ വ്യക്തി മാത്രം അത് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലതഷ്തഇലു അലൈഹി നാറ, ആ പുതപ്പ് അദ്ദേഹത്തിന്റെ മേൽ തീയായിക്കൊണ്ട് കത്തുകയാണ് എന്ന് ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വഹീനാൽ പ്രവാചകൻ ഇതറിയുന്നു. അതുകൊണ്ട് തന്നെ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം അവരെ ഉണർത്തുകയാണ്. ഇവിടെ ഒരു തുണിയുടെ വിഷയമാണ്, പൊതുമുതലിൽ നിന്ന് ഒരു തുണിയെടുത്ത വിഷയം. എങ്കിൽ പൊതുമുതലുകൾ ലക്ഷങ്ങളായി കോടികളായി ചാക്കിൽ കെട്ടുന്ന ആളുകൾ, അല്ലെങ്കിൽ തന്റെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളും കോടികളും ജനങ്ങളുടെ പൊതുസമ്പത്തിൽ നിന്ന് നീക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവകരമായിട്ട് ഇത് നോക്കിക്കാണേണ്ടതുണ്ട്. എത്ര ആളുകളാണ് പകൽ മാന്യന്മാരായി നടന്ന് പൊതുജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മരണം മുതൽ, ബർസഖ് മുതൽ അതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉണർത്തിയതാണ് ഗുലൂൽ സൂക്ഷിക്കാൻ. ഇയ്യാക്കും വൽ ഗുലൂൽ, ഗുലൂലിനെ നിങ്ങൾ സൂക്ഷിക്കണം. പറ്റിച്ചെടുക്കുന്നത്, ചതിച്ചെടുക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ആറുൻ വനാറുൻ ലിസ്വാഹിബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അത് വ്യക്തികളിൽ നിന്നാണെങ്കിലും ശരി, പൊതുമുതലിൽ നിന്നാണെങ്കിലും ശരി, മറ്റുള്ളവരെ പറ്റിച്ച് കവർന്നെടുക്കുന്ന മുതൽ ഫഇന്നഹാ ആറുൻ വനാറുൻ, അത് മാനക്കേടുമാണ്, തീയുമാണ്, ഇഹത്തിലും പരത്തിലും ഫിദ്ദുനിയ വൽ ആഖിറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താണ്. വളരെയധികം സൂക്ഷിക്കേണ്ട വിഷയമാണ്. വീണ്ടും ചോദിച്ചു, മാ ബാലുർ റിജാൽ യതഖവ്വലൂന ഫീ മാലില്ലാ, അള്ളാന്റെ സമ്പത്തിൽ ക്രയവിക്രയം നടത്തുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താണ്? ഏതാണ് മാലില്ല എന്ന് പറഞ്ഞ മാലുള്ള? ഏതാണ്?
പൊതുമുതലാണ്, ബൈത്തുൽ മാലാണ്, യുദ്ധാർജിത സമ്പത്താണ്. ആ യുദ്ധാർജിത സമ്പത്തിലേക്ക്, അതല്ലെങ്കിൽ ബൈത്തുൽ മാലിലേക്ക്, പൊതു ഖജനാവിലേക്ക്, പൊതു സ്വത്തിലേക്ക്, അതിലേക്ക് വരുന്ന വഴിയും അതിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്ന വഴിയും കൃത്യമായിരിക്കേണ്ടതുണ്ട്. ആളുകളുടെ സമ്പത്ത് കവർന്നെടുത്തുകൊണ്ട്, അവരെ ആക്രമിച്ചുകൊണ്ട് ഒരിക്കലും പൊതു സ്വത്തിലേക്ക് അന്യായമായ രൂപത്തിൽ സമ്പത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ അതിൽ നിന്ന് ചെലവഴിക്കാനും പാടില്ല. സക്കാത്ത് പിരിക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ അവർ കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ടുന്ന വിഷയമാണിത്. ഒരുപക്ഷെ സമ്പന്നനായിരിക്കാം, ആളുകൾ സമ്പന്നരായിരിക്കാം. പക്ഷേ സമ്പന്നനാണെങ്കിലും സക്കാത്തിന്റെ പേരിൽ ഒരാൾ പോലും ദ്രോഹിക്കപ്പെട്ടുകൂടാ. കൃത്യമായിട്ട് അതിനർഹതപ്പെട്ടത് എത്രയാണോ അത് മാത്രമേ എടുക്കാവൂ. ഇത്തഖി ദഅവത്തൽ മദ്ലൂം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസാണ്. നിങ്ങൾ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. അദ്ദേഹത്തിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്ന ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദർഭം ഏതാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സക്കാത്ത് പിരിക്കാൻ പോകുന്ന ആളുകളോടാണ് ഈ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. സക്കാത്ത് പിരിക്കുമ്പോ ഒരാളിൽ നിന്ന്, ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഭരണാധികാരി നിശ്ചയിച്ച ഉദ്യോഗസ്ഥനാണ് സക്കാത്ത് പിരിക്കുന്നവർ. ആ സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനുള്ള അധികാരം അവർക്കുണ്ട്. പക്ഷെ അവർ ഒരിക്കലും ആക്രമിക്കപ്പെട്ടുകൂടാ. അർഹമായത് മാത്രമേ എടുക്കാവൂ. തുഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് എടുക്കപ്പെടുമെന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. 5 ഒട്ടകത്തിന് ഒരാടാണ്, 10 ഒട്ടകമാണെങ്കിൽ 2 ആടാണ്. അവിടെ ഒരു ഒട്ടകത്തെ എടുക്കാനുള്ള അധികാരമില്ല. 25 ഒട്ടകമായാലേ ഒരു വയസ്സുള്ള ഒരു പെണ്ണൊട്ടകത്തെ എടുക്കാൻ പാടുള്ളൂ. അവിടെ കൂടുതൽ ഒട്ടകമുണ്ടെന്ന് കരുതി അധികം എടുക്കുന്നതിനെ കൃത്യമായി വിലക്കിയത് നമുക്ക് കാണാൻ കഴിയും. പിരിക്കാൻ പോകുമ്പോ, സക്കാത്ത് പിരിക്കാൻ പോകുമ്പോ ഇതൊക്കെ കാണുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നാണ്, അങ്ങോട്ട് എടുക്കാം എന്ന് തോന്നിയാൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അവർക്കുണ്ടെങ്കിലും അത് ളുൽമാണ്, അതൊരിക്കലും പാടില്ല. അതാണ് ഇത്തഖി ദഅവത്തൽ മദ്ലൂം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിച്ചത്. അപ്പോൾ ആ ധനികരിൽ നിന്ന് അന്യായമായി വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കുമെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത് പൊതുമുതൽ അല്ലെങ്കിൽ ബൈത്തുൽ മാൽ, അതിലേക്ക് എത്തുന്നത്, അതിൽ നിന്ന് കൊടുക്കുന്നത് അത് കൃത്യമായിരിക്കണം, ന്യായപൂർവമായിരിക്കണം, നീതിപൂർവകമായിരിക്കണമെന്നാണ്. തന്റെ ഇഷ്ടപ്രകാരമുള്ള ക്രയവിക്രയം പൊതു മുതലിന്റെ വിഷയത്തിൽ പാടില്ല. ഏത് മേഖലയിലും ഇത്തരം അവസ്ഥ കൈവന്നാൽ അത് കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്കാണ് എത്തുക. അന്യായവും അനീതിയുമായിട്ടാണ് ഈ നിലക്കൊരു ജനത മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നാടിന്റെ അവസ്ഥ, അവിടെയുള്ള വിദ്യാഭ്യാസ മേഖല, അവിടെയുള്ള ചികിത്സാ മേഖല, അവിടെയുള്ള നിർമ്മാണ മേഖല, അവിടെയുള്ള നീതിപീഠങ്ങൾ എല്ലാം അരക്ഷിതാവസ്ഥയിലേക്ക് പോയി ആ നാട് നശിക്കാൻ കാരണമാകും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ എടുത്താൽ തന്നെ അവൻ പവിത്രമാണ്, അവന്റെ സമ്പത്ത് പവിത്രമാണ്. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ദമുഹു വമാലുഹു വഇർദുഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മുസ്ലിം പവിത്രമാണ്, അവന്റെ സമ്പത്ത് പവിത്രമാണ്, അവന്റെ അഭിമാനം പവിത്രമാണ്, അവന്റെ രക്തം പവിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ സമ്പത്തും പവിത്രമായിരിക്കണം. നമ്മൾ മുസ്ലിമാണ്. فإن دماءكم وأموالكم وأعراضكم بينكم حرام كحرمة يومكم هذا في شهركم هذا في بلدكم هذا. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്കൊക്കെ പരിചിതമായ വചനം, അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയം, ഇതുപോലെ ഈ മാസത്തിൽ, ഈ നാട്ടിൽ, ഈ മാസത്തിൽ, ഈ ദിവസത്തിനുള്ള പ്രത്യേകത പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. അതുകൊണ്ട് മുസ്ലിമിന്റെ സമ്പത്ത് പവിത്രമാണ്, അത് പവിത്രമായിരിക്കണം. അത് പവിത്രമാകണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അതിന് കാത്തു സൂക്ഷിക്കുക തന്നെ വേണം എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള സൂക്ഷ്മത പുലർത്താനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. സമ്പത്ത് വ്യക്തിയുടേതാണെങ്കിലും പൊതുമുതലാണെങ്കിലും അത് സംരക്ഷിക്കപ്പെടാനുള്ള വഴി ഓരോ വ്യക്തിയും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുക എന്നതാണ്. നമ്മുടെ സമ്പത്തിനെ സംബന്ധിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും. അബൂ ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അൽ. ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ കാലനക്കാൻ സാധ്യമല്ല. അൻ ഉംരിഹി ഫീമ അഫ്ന, നമ്മുടെ ആയുസ് എന്തിനെ ചെലവഴിച്ചു. വഅൻ ഇൽമിഹി ഫീമ ഫഅല ഫീ, ഇൽമനുസരിച്ച് എന്താണ് നമ്മൾ ചെയ്തത്. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സമ്പത്ത് ഏതു വഴിക്കാണ് വന്നത്, അതെങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയാതെ കാലനക്കാൻ സാധ്യമല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തുന്നത്. വഅൻ ജിസ്മിഹി ഫീമ അബ്ല, നമ്മുടെ ശരീരം എന്തിന് ചെലവഴിച്ചു. രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവനാണ് റബ്ബ് എന്ന ബോധ്യത്തിൽ സമ്പത്ത് കവർന്നെടുക്കാൻ, ഒരാളും അറിയാതെ കവർന്നെടുക്കാൻ ധാരാളം അവസരങ്ങൾ കിട്ടുന്നവരായിരിക്കാം. പ്രത്യേകിച്ച് പൊതുമുതലുമായി ബന്ധപ്പെട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ ഇത് റബ്ബ് അറിയുന്നുണ്ട്, റബ്ബ് കാണുന്നുണ്ട്. എന്റെ സമ്പത്തിലേക്ക് അത് കലർന്നു വന്നാൽ ഞാൻ ധരിക്കുന്നത്, ഞാൻ കഴിക്കുന്നത്, ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് മുഴുവൻ ഹറാമിന്റെ മുതലാണ്. അവിടെ യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിന് ഉത്തരം നൽകപ്പെടുകയില്ല എന്ന ബോധ്യമാണ് ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക് എന്ന് പറഞ്ഞില്ലേ. ഇഹ്സാനെ കുറിച്ച് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടു കൂടി ഇബാദത്ത് ചെയ്യുക എന്നത്. ആ നിലക്ക് ഇടപഴകാൻ, ഇത്തരം കാര്യങ്ങളിൽ ഇടപഴകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ഇത്തരം പൊതു മുതലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്ന ആ പോസ്റ്റിലേക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ, വിശ്വസ്തരായ അമാനത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ ആയിരിക്കണമെന്നതാണ്. സ്വാഭാവികമാണ്, മനുഷ്യനിൽ ഊട്ടപ്പെട്ടതാണ് സമ്പത്തിനോടുള്ള ആർത്തി. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. പക്ഷെ അവിടെ ഇസ്ലാം നിശ്ചയിച്ച അതിർവരമ്പുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് സമ്പാദിക്കുമ്പോഴും ചെലവഴിക്കുമ്പോഴും ആ വ്യക്തിയും അതുവഴി ആ കുടുംബവും അതുവഴി സമൂഹവും രാഷ്ട്രം തന്നെ പവിത്രമാകുന്നു എന്ന ഏറ്റവും ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ് ഈ വിഷയത്തിൽ ഇസ്ലാം നമുക്ക് നൽകുന്ന മാർഗനിർദ്ദേശം. ആ നിലക്ക് ശുദ്ധരായി ജീവിക്കാൻ നമ്മുടെ സമ്പത്തും ശരീരവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒന്നടങ്കം ശുദ്ധമാകാൻ പ്രോത്സാഹിപ്പിക്കുന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഈ ഒരു ഗൈഡ് ലൈൻ നമ്മൾ സ്വീകരിക്കുകയും ആ വഴി അള്ളാഹുവിനോട് ഒരിക്കലും ഹറാം തന്നിലേക്ക് കടന്നുകൂടാതെ പരമാവധി മറ്റുള്ള അത്തരം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകിയവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവരുടെ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.